അസത്യവും ഹിംസയുമാണ് മോദി സർക്കാരിന്റെ സിദ്ധാന്തം. സോനം വാങ്ചുങ്ങിന്റെ അറസ്റ്റിനെതിരെ തന്നെ പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി രംഗത്ത്. സോനം വാങ്ചുങ്ങിനെ ബലമായി തന്നെ നീക്കിയത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് അത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ലഡാക്ക് സാമൂഹിക പ്രവർത്തകർ സോനം വാങ്ചുങ്ങിനെ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന സമരപന്തലിൽ നിന്ന് പോലീസ് ബലമായി നീക്കിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഇത്തരത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാതിരുന്ന രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ മൗനം വെടിഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സമാധാനപരമായി നിരാഹാര സമരം നടത്തിയിരുന്ന ഒരാളെ ബലം പ്രയോഗത്തിലൂടെ തന്നെ നീക്കം ചെയ്തത് ജനാധിപത്യത്തിനും ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രതിഷേധ അവകാശത്തിനും വിരുദ്ധമാണ് എന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിരൽ ഞൊടിക്കാൻ പോലും അവിടെ ധൈര്യം കാണിക്കാത്ത രാഹുൽ ഗാന്ധി ആകട്ടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി മോദിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. മോദി സർക്കാരിന്റെ പ്രവർത്തന രീതി അസത്യവും ഹിംസയും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ബാധിക്കുന്ന പരീക്ഷാ പേപ്പർ ചോർച്ച, വിദ്യാഭ്യാസ ചെലവിലെ കുത്തനെ ഉള്ള വർധനവ്, അതുപോലെ തന്നെ വിദ്യാർത്ഥി ആത്മഹത്യകൾ തുടങ്ങിയ വിഷയങ്ങളാണ് രാജ്യത്തിന്റെ യഥാർത്ഥ വെല്ലുവിളികളെന്നും ഈ ചോദ്യം ഉയർത്തുന്നവരെ അടിച്ചമർത്തതിലൂടെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എത്ര വലിയ അധികാരം ഉപയോഗിച്ചാൽ പോലും വിദ്യാർത്ഥികളുടെ ശബ്ദം നിശബ്ദമാക്കാൻ സാധിക്കില്ല എന്നും ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇത്തരത്തിൽ ഇക്കാര്യങ്ങൾ എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അതേസമയം നീറ്റ് പരീക്ഷ ക്രമക്കേടുകൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള ആ സമരങ്ങൾക്കും രാഹുൽ ഗാന്ധി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഡെറാഡൂണിൽ നടന്ന വിദ്യാർത്ഥി റാലിയിലും പരീക്ഷാ സംവിധാനത്തിലെ അഴിമതി അവസാനിപ്പിച്ച വിദ്യാർത്ഥി സൗഹാർദ്ദവും സുതാര്യവുമായ പുതിയ പരീക്ഷാ സംവിധാനം രാജ്യത്ത് നടപ്പാക്കണമെന്നാണ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോനം വാങ്ചുങ് വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണം കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷത്തിനും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് വീണ്ടും ശക്തി പകരുന്ന സംഭവമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെതിരെ വാങ്ചുങ് മറ്റു വിദ്യാർത്ഥി സംഘടനകളും നടത്തിവന്ന സമരം 21ാം ദിവസത്തിലേക്ക് കടന്ന ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ 21ാം ദിവസത്തിലേക്ക് കടന്ന ശനിയാഴ്ച പുലർച്ചെയാണ് ഡൽഹി പോലീസ് നാടകീയമായി ഇയാളെ തന്നെ അവിടെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വാങ്ചുങ്ങിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്നുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ മുൻകാല നിർദ്ദേശപ്രകാരവും വിദഗ്ധ മെഡിക്കൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നതാണ് ഡൽഹി പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം. സിവിലിയൻ വസ്ത്രം ധരിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ സ്റ്റേജിലേക്ക് കയറി വാങ്ചുങ്ങിനെ പെട്ടെന്ന് തന്നെ ഒരു വെള്ള തുണി കൊണ്ട് മൂടി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബലമായി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കാനിരിക്കെ തന്നെ പാർലമെന്റിലേക്ക് നടത്താൻ നിശ്ചയിച്ചിരുന്ന വിപുലമായ പ്രതിഷേധ മാർച്ചിന് കൃത്യം 48 മണിക്കൂർ മുൻപാണ് പോലീസിന്റെ ഈ അടിയന്തര നടപടി ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.